അതെ, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന്. സോയാബീനൊക്കെ കുട്ടികളുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ അവരൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ കുതിർത്തെടുത്തിട്ടുള്ള സോയാബീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരല്പം കോൺഫ്ലോറും ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഓയിലിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി കുറച്ചുകൂടെ ഓയിലോ നെയ്യോ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും പിന്നെ നമ്മുടെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കുറച്ച് ബീൻസും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതിനൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ കുക്കായി കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയിൽ തുറന്നിട്ട് ഞാനിപ്പോൾ 1-2 തവണ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെജിറ്റബിൾസൊക്കെ ഫുള്ളായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ടയും ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും മുട്ട എത്തുന്ന രീതിയിലൊക്കെ ഒന്ന് ചിക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏത് റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന ആ ഒരു റൈസ് ബിരിയാണി റൈസോ അല്ലെങ്കിൽ നമ്മുടെ ബസ്മതി റൈസൊക്കെ വെച്ചിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീനും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളായിട്ടുള്ള നമ്മുടെ സോയാ റൈസ് ഇവിടെ റെഡി. അപ്പോൾ ചിക്കനും ബീഫും ഒന്നുമില്ലെങ്കിലും നമുക്ക് അച്ചാറോ അല്ലെങ്കിൽ പപ്പടമൊക്കെ സൈഡായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിതിപ്പോൾ ഇവിടെ ബിരിയാണി റൈസ് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുത്തത്.